ആലപ്പുഴയിൽ നടക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിന് രണ്ടാം ദിനമായി റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച നടക്കും. പോലീസ് മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയരാനാണ് സാധ്യത. ആദ്യ ദിനമായി ഇന്നലെ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ സപ്ലൈകോ, കൃഷി തുടങ്ങിയ വകുപ്പുകളോട് സർക്കാർ കാണിക്കുന്ന അവഗണനകൾ അക്കമിട്ട് നിരത്തിയിരുന്നു. പൊതുചർച്ചയ്ക്ക് മുന്നോടിയായി വിവിധ ജില്ലകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് നടന്ന ഗ്രൂപ്പ് ചർച്ചയിൽ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ശരണ്യ സ്നേഹജൻ ചേർന്നു. ശരണ്യ, ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും CPIയുടെ സംസ്ഥാന സമ്മേളനം ശരണ്യ സ്നേഹജൻ ചേർന്നു. ശരണ്യ, ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും CPM ഭരിക്കുന്ന വകുപ്പുകളിൽ കെടുകാര്യസ്ഥത സംഭവിക്കുന്നു, അല്പം കൂടി ജനകീയമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം ആഭ്യന്തര വകുപ്പിനെ കേന്ദ്രീകരിച്ചായിരിക്കുമോ ഇന്ന് ഉയരാനുള്ള സാധ്യത? അപർണ, 2 മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോൾ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചിട്ട്. അതിൽ തന്നെ രാഷ്ട്രീയ കാര്യ റിപ്പോർട്ട് മേലും ഒപ്പം തന്നെ സംഘടനാ റിപ്പോർട്ട് മേലുള്ള പൊതു ചർച്ചയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ തുടക്കഘട്ടത്തിൽ തന്നെ പോലീസിനെതിരെ വിമർശനം ഉയർന്നു വരുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ സപ്ലൈകോ ഉൾപ്പെടെ വലിയ ബാധ്യതയിലേക്ക് നയിച്ചത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് എന്നുള്ള രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ട്, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ വലിയ തകർച്ചയാണ് ഉണ്ടായെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ റിപ്പോർട്ടിൽ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ പോലീസിനെതിരെയുള്ള വലിയ വിമർശനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ അതിനകത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് CPI പ്രധാനമായി വിമർശനമായി ഉന്നയിച്ചിരുന്ന കരിമണൽ ഖനനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഒപ്പം ഈ പോലീസുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ആ റിപ്പോർട്ടിന്മേൽ, രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ ഇല്ലായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ ഇന്ന് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇന്നലെ നടന്ന ഗ്രൂപ്പ് ചർച്ചകളിലും ഇന്ന് രാവിലെ നടന്ന ഗ്രൂപ്പ് ചർച്ചകളിലും പോലീസിനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ വിവിധ ജില്ലകളിൽ നിന്നുള്ള കമ്മിറ്റികൾ ഉന്നയിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. അതിന്റെ തുടക്കം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസിനെതിരെയുള്ള വിമർശനം CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ പൊതുചർച്ച ആരംഭിച്ചിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. തുടക്കത്തിൽ തന്നെ പോലീസിനെതിരെയുള്ള വിമർശനവും അയ്യപ്പ സംഗമം തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അപർണ. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ.